ലേസർ കണ്ണുള്ള ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഫ്രാൻസിലെ പാരീസിൽ ചെന്നപ്പോൾ നടന്ന സംഭവം നമ്മൾ ഇന്ത്യക്കാരെയെല്ലാം നാണം കെടുത്തുന്നതാണ്. ഇന്ത്യക്കാരെ നാണം കെടുത്തുന്നത് എന്ന് പറയുന്നതിലുപരി ലേസർ കണ്ണുള്ള ജയശങ്കറെയും ലോകത്തെ മൊത്തം അടക്കി ഭരിക്കുന്ന വിശ്വഗുരു മോദിയുടെയും തൊലിയിരിക്കുന്നതായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇവിടെ വച്ച് ജയശങ്കറിനെ മുന്നിൽ നിർത്തി പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി മോദിയുടെയും ജയശങ്കറുടെയും കള്ളത്തരങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വ്യക്തമായി എക്സ്പോസ് ചെയ്യുകയാണ്. ഓർക്കണം, ജയശങ്കറിനെ ഒപ്പം നിർത്തിയാണ് പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി മോദി ഗവൺമെന്റിന്റെ കള്ളത്തരം പൊളിച്ചു കാണിക്കുന്നത്. ഇത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലേസർ കണ്ണുള്ള വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യൻ ജയശങ്കർ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. പോളണ്ടിന്റെ ഫോറിൻ മിനിസ്റ്ററോടും ഫ്രാൻസിന്റെ ഫോറിൻ മിനിസ്റ്ററോടും ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്ററോടും ഒപ്പം പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഈ പ്രസ് കോൺഫറൻസിൽ പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോർസ്കി സംസാരിക്കുന്നത് കേൾക്കാം. And I express my satisfaction regarding the reduction of import of Russian oil to India, because this is financing the war machine of Putin. So it is something that we can discuss further as well when I travel to India next week. It's important that we sign the trade partnership between the European Union and India as soon as possible. It covers some sensitive areas, and I would like to thank Minister Jaishankar for his willingness to show flexibility in on a number of matters, and thank you for this invitation to coming to Paris on this. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്തത് വെട്ടിക്കുറച്ചതിൽ ഞാൻ എൻ്റെ സംതൃപ്തി അറിയിക്കുകയാണ്. കാരണം ഇത് പുടിന്റെ യുദ്ധ മെഷീനറിയെ സാമ്പത്തികമായി സഹായിക്കുന്നതാണ്. അടുത്തയാഴ്ച ഞാൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാർ എത്രയും വേഗം ഒപ്പുവയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഇതിന് ജയശങ്കറോട് നന്ദി പറയുകയാണ് എന്നൊക്കെയാണ് പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറെ ഒപ്പം നിർത്തി കൂടെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും വിദേശകാര്യമന്ത്രിമാർ നിൽക്കുമ്പോൾ യൂറോപ്പിലെ പത്രലേഖകരോട് പറയുന്നത്. അതായത് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ വെട്ടിക്കുറച്ചതിൽ ഞാൻ ജയശങ്കറോട് നന്ദി പറയുന്നു എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അമേരിക്കയിലെ സൗത്ത് കരോളിനയിൽ നിന്നുള്ള ട്രംപിന്റെ വളരെ അടുത്ത റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രാം എയർഫോഴ്സ് വണ്ണിൽ വെച്ചുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്ത്യൻ അംബാസിഡറുടെ വസതിയിൽ താൻ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് അയാൾ സംസാരിക്കാൻ താല്പര്യം കാണിച്ചത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഞങ്ങൾ വളരെയേറെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിനാൽ താങ്കൾ ട്രംപുമായി സംസാരിക്കാമോ ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്ന താരിഫ് വെട്ടിക്കുറയ്ക്കുന്നതിന് എന്ന്. ഇന്ത്യക്കാരുടെ മുന്നിൽ മോദിയും കൂട്ടരും അവകാശപ്പെടുന്നത് പോലെയല്ല മോദി പ്രവർത്തിക്കുന്നത്. 56 ഇഞ്ച് നെഞ്ചളവാണ് ഉള്ളത്. ട്രംപ് വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല. ട്രംപിനെ പേടിക്കുന്ന ആളല്ല മോദി എന്നൊക്കെയാണ്. എന്നാൽ അതിന്റെ വാസ്തവം എന്താണെന്ന് ട്രംപ് മാത്രമല്ല, ഇപ്പോൾ പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രിയും ജയശങ്കറെ ഒപ്പം നിർത്തി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ മുൻപിൽ, പ്രത്യേകിച്ച് മന്ദഭക്തരുടെ മുൻപിൽ ഫേക്ക് ന്യൂസുകളുമായി ശക്തനാണ് എന്ന് കാണിക്കാൻ അവർക്ക് കഴിയും. എന്നാൽ ലോകത്തിനെല്ലാം അറിയാം സത്യം എന്താണ് എന്ന്. തൻ്റെ ഇടത്തോടെ ഉള്ള സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേടെല്ലാം ഒഴിവാക്കാമായിരുന്നു. ട്രംപ് പറഞ്ഞത് ശരിയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി റഷ്യ യുക്രൈനിൽ നടത്തുന്ന യുദ്ധം അവസാനമില്ലാതെ തുടർന്നു പോകും. അതിനാൽ ഞങ്ങളും അംഗീകരിക്കുന്നു, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് തീർച്ചയായും കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിർത്തലാക്കേണ്ടതാണ് ലോക സമാധാനത്തിനു വേണ്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം? അതിനു പകരം ഇല്ലാത്ത നെഞ്ചളവ് ഉണ്ട് എന്ന് കാണിക്കാൻ ലോകം മൊത്തം മോദി പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. അല്ലാതെ മോദി ലോകത്തെ നേതാക്കൾ പറയുന്നത് പോലെ ചെയ്യുകയില്ല എന്ന് മന്ദഭക്തരെ പറഞ്ഞ് പുളകം കൊള്ളിക്കുവാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്തെമ്പാടും നിന്ന് ഇതുപോലെ നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇതിന്റെ ഫലമാണ് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന വർഗീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും. അതുപോലെ ട്രംപ് കഴിഞ്ഞ ദിവസം മോദി അമേരിക്കയിൽ ട്രംപിനെ കാണാൻ എത്തിയതിന്റെ യാഥാർത്ഥ്യവും പുറത്തുവിട്ടിരുന്നു.
സാർ ഞാൻ ട്രംപ് സാറിനെ വന്ന് കണ്ടോട്ടെ സാർ, അതിന് എനിക്ക് അനുമതി നൽകാമോ സാർ എന്ന് മോദി ട്രംപിനോട് ചോദിച്ചപ്പോഴാണ് ഓക്കെ ശരി എന്നാൽ വന്ന് കണ്ടുകൊള്ളൂ എന്ന് ട്രംപ് സമ്മതിച്ചത് എന്ന്. എത്രയാണ് ഇങ്ങനെ പരിധിയില്ലാതെ നാണം കെടുന്നത്? നിങ്ങളുടെ ഈ വിഡ്ഢിത്തം കൊണ്ട് നിങ്ങൾ മാത്രമല്ല നാണം കെടുന്നത്, ഇന്ത്യക്കാർ മൊത്തമാണ് എന്ന് ഓർക്കണം. നിങ്ങളുടെ ഭക്തന്മാരായ തലച്ചോറില്ലാത്തവർക്ക് അത് പ്രശ്നമല്ല. കാരണം നാണവും മാനവും എന്നത് എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ വിവരക്കേടും വിവേകമില്ലായ്മയും രാജ്യത്തിന്റെ അടിവേരറക്കുന്നതാണ് എന്ന് ഓർത്തിരുന്നാൽ നന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?